ആ മുതൽ ഷാ വരെ ഒരു ബന്ധവും സംസ്ഥാന ഗവൺമെന്റ് അങ്ങ് സമ്മതിച്ചാൽ മതി. ഒരു ബന്ധമില്ല. ഇപ്പൊ സമ്മതിച്ചില്ല. ആ മുതൽ ഷാ വരെ ഒരു ബന്ധമില്ല. എല്ലാം കേന്ദ്ര ഗവൺമെന്റ് ചെയ്യുന്നതാണെന്നോ. ബഹുമാനപ്പെട്ട പൊതുമരാമത്ത് മന്ത്രി പറഞ്ഞ് ഇനി റീലിടുമെന്ന് പറയാം. റീലിടേണ്ടത് ഒരു 50 സ്ഥലത്തെങ്കിലും കേരളത്തിൽ വിള്ളൽ വീണിട്ടുണ്ട്. ആ വിള്ളൽ വീണ സ്ഥലത്ത് പോയിട്ട് അദ്ദേഹം റീലിട്ടാൽ കുറെ കൂടെ മനോഹരമായിരിക്കും. റീല് നിർത്തരുത്. എവിടെയൊക്കെയാണ് വിള്ളൽ വീണിരിക്കുന്നത്? കുരിയാട് മാത്രമല്ല, കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ, തിരുവനന്തപുരം ജില്ല ഉൾപ്പെടെ ഒരു 50ഓളം സ്ഥലങ്ങളിൽ ഹൈവേയിൽ വിള്ളൽ വീണിട്ടുണ്ട്. അവിടെയൊക്കെ പോയി അദ്ദേഹം റീലെടുത്ത് ആ റീല് കേരളത്തിലെ ജനങ്ങൾ മുഴുവൻ കാണട്ടെ. ഇതെന്താ അറിയാമോ? നാണക്കേടും മറയ്ക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെയോ പറയാണ്. യഥാർത്ഥത്തിൽ പാലാരിവട്ടം പാലത്തെക്കുറിച്ചൊരു റിപ്പോർട്ടാണ് വന്നത്. ഒരു അപാകതയുണ്ടത് അല്ലേ? പിണറായി സർക്കാർ വന്നതിന് ശേഷമാണ് അതിന്റെ ടാറിങ് വരെ നടത്തിയത്. എന്നിട്ട് ആ അപാകത ഉണ്ടെന്നുള്ളതിന്റെ പേരിൽ പാലം ഇടിഞ്ഞൊന്നും വീണില്ല. അന്നത്തെ മന്ത്രിക്കെതിരെ വരെ വിജിലൻസ് കേസെടുത്ത സർക്കാരാണ്. മന്ത്രിയായിരുന്ന ആൾക്കെതിരെ വരെ വിജിലൻസ് എടുത്ത സർക്കാരാണ്. ഇതിപ്പോ കേന്ദ്രത്തിന്റെ ആരെ പറ്റി അന്വേഷിക്കണ്ട, ഒന്നും ചെയ്യണ്ട. വിള്ളൽ അടച്ചാൽ മതി, വിള്ളൽ ടാർ ചെയ്താൽ മതി. വലിയ മഴ വരാൻ പോകുന്നേ ഉള്ളു, വലിയ വിള്ളൽ കാണാൻ പോവാണ്. അപ്പൊ ഇവര് ഉമ്മൻചാണ്ടി കൊണ്ടുവന്ന വിഴിഞ്ഞം തുറമുഖത്തിന്റെ ക്രെഡിറ്റ് എടുക്കാൻ നോക്കി. അത് കേരളത്തിലെ ജനങ്ങൾക്ക് മനസ്സിലായി. അതിന്റെ പൂർണ്ണമായ ക്രെഡിറ്റ് ഉമ്മൻചാണ്ടി സർക്കാരിനാണ്. രണ്ടാമത് കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന ഒരു പദ്ധതിയുടെ പൂർണ്ണമായ ക്രെഡിറ്റ് ഇവരെടുക്കാൻ നോക്കി. അതിന് 4ാം വാർഷികത്തിൽ അതിന് വിള്ളൽ വീണു. ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമെന്നാണ് മന്ത്രിക്ക് പരാതി. ഞങ്ങൾക്ക് സന്തോഷമല്ല, ഞങ്ങളിത് നേരത്തെ പറഞ്ഞതാണ്. എംപിമാർ ഉൾപ്പെടെയുള്ള ഞാനടക്കമുള്ള ആളുകൾ ഈ റോഡ് നിർമ്മാണത്തിൽ അശാസ്ത്രീയമാണ്, അപാകതയുണ്ട് എന്ന് എഴുതി കൊടുത്തിട്ടുണ്ടതിന് മുമ്പ് ഞങ്ങൾ നേരത്തെ പറഞ്ഞാണ് ഇത് അപകടമാണെന്ന്. അന്ന് ഇത് ഇലക്ഷന് മുമ്പ് ഇത് നടത്തി ഞങ്ങളാണ് കൊണ്ടുവന്നത്. 8 കാലി മമ്മൂഞ്ഞാവാൻ ചമഞ്ഞതാണ്. വിഴിഞ്ഞം കാര്യത്തിലും ഈ തുറമുഖത്തിന്റെ ഈ റോഡിന്റെ കാര്യത്തിലും. അതാണ് 4ാം വാർഷികത്തിൽ പൊളിഞ്ഞ് താഴെ വീണത്. അപ്പൊ റീല് അതിന്റെ ഈ പൊളിഞ്ഞ് താഴെ വീണ് റോഡൊക്കെ പൊളിഞ്ഞു. പക്ഷേ മന്ത്രി പറയുന്നത് UDF ഇതിന് മാറ്റത്തിന് മന്ത്രി ആരോപിച്ചു. ഞങ്ങൾ ഏത് കാര്യത്തിനാണ്? ഞങ്ങൾ ഒറ്റ കാര്യത്തിനാണ് എതിരെ നിന്നിട്ടുള്ളത്. കേരളം അത് കേരളത്തിനെ പാരിസ്ഥിതികമായി തകർക്കും, സാമ്പത്തികമായി തകർക്കും. ഞങ്ങളൊരു നിലപാടെടുക്കും. ആ നിലപാടിൽ നിന്നല്ലോ നിലപാടിൽ ജനങ്ങൾ ഞങ്ങളോടൊപ്പം നിന്നില്ലേ? ഊരിയെറിഞ്ഞില്ലേ കുറ്റികൾ? അല്ലാതെ ഏത് കാര്യത്തിലെ ഞങ്ങൾ എതിരായി നിലപാടെടുത്ത്? 2019 പൂർത്തിയാക്കേണ്ട വിഴിഞ്ഞ 2025 പൂർത്തിയാക്കിയിട്ട് അതിൽ ക്രെഡിറ്റ് എടുക്കുക. ഇതിൽ എന്ത് അവകാശപ്പെടാനുള്ളത്? സർക്കാരിന്റെ എന്ത് കാര്യമാണ് സർക്കാർ അവകാശപ്പെടാനുള്ളത്? നിങ്ങൾ ഗെയിൽ പൈപ്പ് ലൈൻ പൂർത്തിയാക്കിയെന്ന് പറയും. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനാണ് മാധ്യമങ്ങളെ കാണുന്നത്.